السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 160 عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا قام أحدكم من مجلس ثم رجع إليه فهو أحق به. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ഖാമ അഹദുകും മിൻ മജ്ലിസിൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ, ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ, ഒരു വലിയ സദസ്സിൽ അല്ലെങ്കിൽ പള്ളിയിൽ ജുമുഅക്കോ മറ്റോ ഒക്കെ പോയ സമയത്ത് നേരത്തെ പള്ളിയിൽ ചെന്ന് സ്ഥലം പിടിച്ചു ഒരു സ്ഥലത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി, സുമ്മ റജഅ ഇലൈഹി, പിന്നീട് വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വന്നു എങ്കിൽ ഫഹുവ അഹഖു ബിഹി, അവൻ ആ സ്ഥലം കൊണ്ട് ഏറ്റവും അവകാശപ്പെട്ടവനാണ്, അവനാണ് അവിടെ ഇരിക്കാനുള്ള അവകാശമുള്ളത് എന്നർത്ഥം. രാവിലെ നേരത്തെ ജുമുഅക്ക് പോയി പള്ളിയിൽ ഒരു സ്ഥലം പിടിച്ചു അവിടെ തന്നെ ഇരുന്നു, കുറെ സമയം ഇരുന്ന് ഖുർആൻ ഓതിയും മറ്റുമൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ പോകേണ്ടി വന്നു. അവിടുന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നാൽ അതേ സ്ഥലത്ത് തന്നെ ഇരിക്കാനുള്ള അവകാശം അവന് ഉണ്ട്. ആ സ്ഥലത്ത് അവൻ എന്തെങ്കിലും വസ്തു വെച്ചിട്ട് ടവലോ മറ്റോ വെച്ച് സ്ഥലം പിടിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് അവകാശമുണ്ടെന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സദസ്സിൽ ഒരാൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നമ്മൾ അവിടെ ഇരിക്കാൻ പാടില്ല. അതൊരിക്കലും പാടില്ല. നമ്മളൊരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് മറ്റൊരാൾ ഇരിക്കുന്നത് കണ്ടു, അദ്ദേഹത്തെ നീ അവിടെ എഴുന്നേൽക്ക്, എനിക്കിവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരിക്കാൻ പാടില്ല. അതേസമയം നമ്മൾ കുറെ സമയം ഇരുന്ന് നമ്മൾ എഴുന്നേറ്റ് പോയി തിരിച്ചു വരുന്നതാണെങ്കിൽ ആ സ്ഥലം നമുക്ക് അവകാശപ്പെട്ടതുമാണ്. ഇവിടെ തന്നെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കുറെ സമയം ഇരുന്ന് അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി പിന്നീട് തിരിച്ചു വരുമ്പോൾ മറ്റൊരാൾ അവിടെ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാതിരിക്കലാണ് അദബ്. അവകാശം നമുക്കുണ്ടെങ്കിൽ പോലും അദബ് കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോ ഒരാളെ എഴുന്നേൽപ്പിച്ചിരിക്കുക എന്നത് അത്ര വലിയ ഉത്തമമുള്ള കാര്യം അല്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിൽ പോലും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പള്ളിയിൽ മാത്രമല്ല, പൊതു സദസ്സുകളിലും ജനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം വിഷയങ്ങൾ പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.